രാജ്യത്ത് വലിയ രീതിയിലുള്ളൊരു സമരം, രാജ്യത്തിലെ വിദ്യാർത്ഥി സമരം ഇന്ന് വിജയിച്ചൊരു ദിവസമാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാജിവെക്കുന്ന നില ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് കണ്ണൂരിനകത്ത് കഴിഞ്ഞ ദിവസം SFI നടത്തിയൊരു മാർച്ചിൻ്റെ ഭാഗമായിട്ട് ഇവിടെ SFIയുടെ SN കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഇന്ന് വീട്ടിൽ കയറിയിട്ട് പോലീസ് പിടിച്ചിട്ടുള്ളത്. അതായത് കേവലമായി രാജ്യത്ത് സുപ്രീം കോടതി ഉൾപ്പെടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ കേസുകളും റദ്ദ് ചെയ്യണമെന്ന് പറയുന്ന ഘട്ടത്തിലാണ് കണ്ണൂരിൽ കേരളത്തിൽ VD സതീശൻ്റെ പോലീസ് ഇന്ന് കേവലമായിട്ട് 20 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയെ വീട്ടിൽ കയറിയിട്ട് പിടിച്ചിട്ടുള്ളത്. ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓടിച്ചിട്ട് വീടിൻ്റെ ടെറസിലിട്ടിട്ട് പോലീസ് പിടിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കേരളത്തിൽ RSSനെ അനുകൂലിക്കുന്ന VD സതീശൻ്റെ ഒരു തനിരൂപമായിട്ട് ഇന്നത്തെ ഈ പ്രവൃത്തി മാറുകയാണ്. അതായത് ഒരു സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ ഭാഗമായി സമരം ചെയ്തു. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്ന് മുദ്രാവാക്യം ഉയർത്തി കണ്ണൂരിനകത്ത് 10,000-കണക്കിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് SFI നടത്തിയ മാർച്ചിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി ഭരണഘടന ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഇന്ന് PDPP ആക്ട് പ്രകാരം, അതായത് നോൺ ബെയിലബിൾ ഒഫൻസായി കേസ് രജിസ്റ്റർ ചെയ്ത് ഇന്ന് വീട്ടിൽ കയറിയിട്ട് പിടിച്ചിരിക്കുകയാണ്. SFI എന്ന നിലയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിലുണ്ടാവും. കാരണം RSSനെ അനുകൂലിക്കുന്ന കേരളത്തിലെ പോലീസ് മാറുകയാണ്. രാജ്യത്ത് വലിയ സമരങ്ങൾ നടന്ന ആ കേസുകളെല്ലാം റദ്ദ് ചെയ്യപ്പെടുമ്പോഴാണ് കണ്ണൂരിനകത്ത് നമ്മുടെ SN കോളേജിലെ ഒരു SFIയുടെ ഭാഗമായിട്ടുള്ള സഖാവിനെ ഒരു കാരണം കൂടെ ഇല്ലാതെ വീട്ടിൽ കയറി സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി, വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തതിൻ്റെ പേരിൽ VD സതീശൻ്റെ പോലീസ് ഇന്ന് വീട്ടിൽ കയറി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് SFI ഉൾപ്പെടെ ഉണ്ടാകും. കാരണം ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് ഓടിച്ചിട്ട് ടെറസിലിട്ടിട്ടാണ് പോലീസ് പിടിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഫോൺ ഉൾപ്പെടെ ഒരു അനുമതിയുമില്ലാതെ പോലീസ് സീസ് ചെയ്യുന്ന കാരണം, ഒരു വിദ്യാർത്ഥിയുടെ ഫോണ് സീസ് ചെയ്യുന്നതിനെല്ലാം സാമാന്യമായിട്ടുള്ള ഒരു ബൈലോ പറയുന്നുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥിയുടെ ഫോൺ ഉൾപ്പെടെ പിടിച്ചു വാങ്ങുന്ന നിലയിലേക്ക് ഇന്ന് പോലീസ് ഇവിടെ മാറിയിരിക്കുകയാണ്. ഇത് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുകയാണ്. പോലീസുമായി സംസാരിച്ച ആദ്യഘട്ടത്തിൽ പോലീസ് ഫോൺ ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകാത്ത നിലയാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ ആരുടെ ഫോൺ പിടിക്കും എന്ന മനോഭാവമാണ് ഇവിടുത്തെ അദ്ദേഹത്തെ ആ വിദ്യാർത്ഥിയെ പിടിച്ച പോലീസുകാരൻ നമ്മളോട് സൂചിപ്പിച്ചുള്ളത്. അതിനുശേഷം SFIക്കാർ പുറത്തുനിന്നുള്ള SFIക്കാർ ഉൾപ്പെടെ വന്ന് മുദ്രാവാക്യം വിളിച്ച് പുറത്തിരുന്ന് സമരം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവരെ പ്രതിഷേധം സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഫോണ് പിതാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ പോലീസിൻ്റെ മനോഭാവം. മൊത്തത്തിൽ RSS വൽക്കരിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസ് മാറുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ വിദ്യാർത്ഥിയെ ഇവിടെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാരണമില്ല. അദ്ദേഹം രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ രാജ്യത്ത് സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തിൻ്റെ ഭാഗമായി ഐക്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഇന്ന് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറിയിട്ട് പോലീസ് പിടിക്കുന്നത്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം ഒരു സമരത്തിൽ പങ്കെടുത്താൽ അദ്ദേഹത്തെ വീട്ടിൽ കയറി പിടിക്കേണ്ട അവസ്ഥ എന്താണ്? കേരളത്തിൽ അത്രത്തോളം ഭീകരമായിട്ടുള്ള സാഹചര്യമൊന്നും നിലവിൽ കണ്ണൂരിനകത്തൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ വീട്ടിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് വരെ ഇന്ന് പോലീസ് ഇവിടെ തുരിഞ്ഞിരിക്കുകയാണ്. ഇത് ആദ്യത്തെ അനുഭവമല്ല. മുൻപ് സമാനമായി കേരളത്തിൽ VD സതീശൻ്റെ പോലീസ് വന്നതിന് ശേഷം, ചെന്നിത്തലയുടെ പോലീസ് വന്നതിന് ശേഷം ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ SFIക്കാരെ വേട്ടയാടുന്ന സമീപനമാണ് കേരളത്തിൽ കണ്ണൂരിനകത്തും ഉൾപ്പെടെ ഉണ്ടാകുന്നത്. കാരണം കണ്ണൂരിനകത്തെ ക്യാമ്പസുകളിൽ KSU എന്ന് പറയുന്ന സംഘടനയൊന്നുമില്ല. അതുകൊണ്ട് SFI എങ്ങനെ തകർക്കാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ RSSകാരെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന നിലയിലേക്ക് ചിന്തിച്ചു പോകുന്ന പോലീസായിട്ട് നമ്മുടെ കണ്ണൂരിനകത്തെ പോലീസ് മാറുകയാണ്.